പേർഷ്യക്കാരുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മില്യൺ കണക്കിന് വ്യാജ ഉപകരണങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ ഒരു ചിത്രം, അതിന്റെ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാം. വലിയൊരു ഹെലികോപ്റ്റർ, ഇത് കാറ്റടിച്ച് വീർപ്പിച്ച് വെക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഹെലികോപ്റ്ററുകൾ, ടാങ്കുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ വസ്തുക്കളാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പല സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഡിഫൻസ് സിസ്റ്റങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ റഡാറുകൾക്ക് അരികെ വെക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ, ഈ ലോഞ്ചറുകൾ പോലുള്ള ഇതുപോലുള്ള വ്യാജ സിസ്റ്റങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ തന്നെ പത്രത്തിലാണ്. ഇസ്രായേലിന്റെ നെറ്റ്സീഫ് എന്നറിയപ്പെടുന്ന ഒരു പത്രത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. കാലം ഒക്കെ അബിരി ഇന്ന ഇസ്രായേൽ വൽ വിലായത്തിൽ മുത്തഹിദ സഖതത ഫി ശിറാഖി ഖിദാഇൻ ഇസ്ത്രാറ്റജിയിൻ ഇറാനി. ഇറാന്റെ ഒരു തന്ത്രപരമായ ചതിയിൽ അകപ്പെട്ടുപോയി അമേരിക്കയും ഇസ്രായേലും എന്നാണ്. ഒരുപാട് ഡിഫൻസ് സിസ്റ്റങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഇറാനിൽ തകർത്തു എന്ന് നമ്മൾ കേട്ടപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പിടുത്തം വിട്ടുപോയി എന്ന കാര്യം മനസ്സിലാകുന്നത്. ഏകദേശം 2-3 ബില്യൺ ഡോളറിന് ആദ്യത്തെ 2-3 ദിവസം ഒരുപക്ഷെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചത് ഇത്തരത്തിലുള്ള വ്യാജ സിസ്റ്റങ്ങളെയാണ് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഇസ്രായേലിന്റെ പത്രം പറയുന്നു, അന്ന ഇറാൻ വഫി ഇതാരി ഖുത്തത് ഖിദാ ഇഷ്തറത മിനസ്സീൻ ഹയാക്കിൽ മലായിനിൽ മൻദൂമാത്തിൽ അസ്കരിയ അൽ വഹ്മിയ. വ്യാജമായിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ മില്യൺ കണക്കിനാണ് ഇറാൻ വാങ്ങിയിട്ടുള്ളത് എന്ന്. മിസ്ല ഇറാത്തിൽ മുഖാത്തില, യുദ്ധവിമാനങ്ങൾ, ബത്തറിയാത്തി ദിഫാ അൽ ജവ്വി, പ്രതിരോധ സംവിധാനങ്ങളുടെ ബാറ്ററികൾ, അതുപോലെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ടാങ്കുകൾ, മറ്റുള്ള പല ഉപകരണങ്ങളും ഇതുപോലുള്ളത് വാങ്ങി എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതെല്ലാം അവർ വിന്യസിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ സാധാരണ വിന്യസിക്കുന്ന അതിന്റെ റൺവേകളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ സിസ്റ്റങ്ങൾ അവർ വിന്യസിച്ചിരുന്നത്. വഫി മവാഖി ഹൈവിയ لإغراء التحالف الإسرائيلي الأمريكي بوضعها على بنك أهداف الطلعات الجوية. മാത്രമല്ല, ആളുകൾ താമസിക്കുന്നതിന്റെ ഇടയിൽ വളരെ സൂക്ഷ്മമായി, അതായത് ആരും കാണാത്ത സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നു ഈ സിസ്റ്റങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിലും ഇത് വിന്യസിച്ചിട്ടുണ്ട്. ഇതിലൂടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അവരുടെ ടാർഗറ്റ് ബാങ്കുകൾ ഇതിലൂടെ അവർ ക്രമപ്പെടുത്തി എന്നാണ് പത്രം പറയുന്നത്. ഇറാൻ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള വ്യാജ സിസ്റ്റങ്ങൾ അവർ വിന്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ സിസ്റ്റങ്ങളെയും അതുപോലെ അവരുടെ ആക്രമണങ്ങളെയെല്ലാം വഴിതെറ്റിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. ഇത് കുശിബത്ത് സൂറുൽ അഖ്മാർ സിനായിയ അന്നൽ കുവാത്തിൽ ജവ്വിയ അൽ അമരീക്കിയ വൽ ഇസ്രായേലി ഹാജബത്ത് മുജസ്സിമാത്തിൻ ത്വായിറാത്തിൻ മിൻ തിറാസ് F-14, അതുപോലെ തന്നെ F-4 തമ്മ റസ്മുഹ അല മദാരിജിൽ മത്താർ ഔ സനഅഹ മിനൽ ഖശബി വൽ കർട്ടൂൺ. മരങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലെല്ലാം റൺവേകളിൽ യുദ്ധവിമാനങ്ങളുടെ ചിത്രങ്ങൾ വരെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആക്രമണത്തിന് വിധേയമായി. കമാൻ അശറത്ത് ഇറാൻ നമാദിജ ഖാബില ലിൻ നഫ്ഖി ലി അൻദിമത്തി ദിഫാഇൽ ജവ്വി മിസ്ല S-300 ഔ HQ-9 അസ്വീനിയ. ചൈനയുടെ HQ-9 പ്രതിരോധ സംവിധാനം, ഇതിന്റെയും അതുപോലെ S-300 തുടങ്ങിയ സിസ്റ്റങ്ങളുടെ എല്ലാം ഇതുപോലുള്ള വ്യാജ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റു വാർത്തകളിൽ കാണുന്നത് ഈ റഡാർ സിസ്റ്റങ്ങളിൽ നിന്ന്, ഈ വ്യാജ റഡാർ സിസ്റ്റങ്ങളിൽ നിന്ന് റഡാർ സിഗ്നലുകൾ വരെ പുറത്തേക്ക് വിടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ്. ഈ റഡാർ സിഗ്നലുകളെ സീക്ക് ചെയ്തു വരുന്ന മിസൈലുകൾ, അതിനെ സീക്ക് ചെയ്യുന്ന യുദ്ധവിമാനങ്ങൾ, ഇതിനെല്ലാം വഴിതെറ്റിപ്പിക്കുവാനായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഇറാൻ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും വലിയ അബദ്ധത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇബ്രു പത്രം, ഇത് ഇസ്രായേലിന്റെ, ഞാൻ പറഞ്ഞ ഇബ്രു പത്രത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് എന്നത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.